ഗൈസ് അങ്ങനെ എഫ് സി ഗോവ ഏറെ നാളുകൾക്ക് ശേഷം ഒരു വിജയം സ്വന്തമാക്കുന്നു. എഫ് സി ഗോവ 1 ഈസ്റ്റ് ബംഗാൾ 0 എന്നുള്ള നിലയിലാണ് ഗോവയുടെ തന്നെ ഹോം സ്റ്റേഡിയത്തിൽ ഒരു വിജയം സ്വന്തമാക്കുന്നത്. നമുക്കറിയാമല്ലോ, എനിക്ക് തോന്നുന്നു ജനുവരിക്ക് ശേഷം അവർ ഭയങ്കര സ്ട്രഗിളിലായിരുന്നു. കഴിഞ്ഞ ഒരു 5 മാച്ചായിട്ടൊക്കെ അവർ ഒരു വിൻലെസ് എന്നുള്ള ഒരു നിലയിലൊക്കെ നിൽക്കുകയാണ്. അവിടെ നിന്നാണ് ഈ ഒരു മത്സരം അവർക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെ സ്വന്തം മൈതാനത്ത് ജയിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെയാണ് ഒരു കൊണ്ടുവന്നത്. ഇപ്പം ബ്രാൻഡനെ പുറത്തിരുത്തി, കാൾ മക്യൂനെയൊക്കെ പുറത്തിരുത്തി. അതുപോലെ അറ്റാക്കിങ്ങിൽ കുറച്ച് വിദേശ താരങ്ങൾ, ബോർഹ, നോവ, അതുപോലെ കാർലോസ് എന്നീ 3 താരങ്ങൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നൊരു രീതിയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലും അത് ഏറെക്കുറെ ഫലവത്തായി എന്നുള്ളത് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. കാരണം അറ്റാക്കിങ്ങിൽ ഉറപ്പായിട്ടും ഈസ്റ്റ് ബംഗാളും ഗോവയും തമ്മിൽ നോക്കുമ്പം നിരന്തരം അറ്റാക്കുകൾ എഫ് സി ഗോവ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ ഇപ്പം നോവയ്ക്കൊരു സൂപ്പർ ചാൻസ് ഉണ്ടായിരുന്നു. അത് ഗില്ലിൻ്റെ ഒരു സേവ് ആയിരുന്നു. ഒരു 1-on-1 സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യ പകുതിക്ക് വിസിൽ അടിക്കുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ്, അതായത് 40 മിനിറ്റുകൾക്ക് ശേഷമാണ് നോവ സദോയുടെ ഒരു ഗോൾ വരുന്നത്. ആ ഒരു ഗോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഒരു ഡിഫറെൻ്റ് ആംഗിളിൽ നിന്നുള്ളൊരു ഷോട്ടാണ്, ഒരു നാരോ സ്പേസ് ആണ്. അവിടെ നിന്ന് അദ്ദേഹം ആ ഒരു ഷോട്ട് ഉതിർക്കുന്നു. ആ ഒറ്റ ഗോളിൽ അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഗോളുകളിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അങ്ങനൊരു തിരിച്ച് ഗോൾ അടിക്കുക എന്നുള്ളൊരു ഫീലിങ്സ് കുറവാണ്. പക്ഷേ എപ്പോഴും ഇപ്പോൾ ഈ കോൾ സ്ക്വാഡ്രാറ്റിൻ്റെ ഒരു ടീമിൻ്റെ പ്രത്യേകത, അദ്ദേഹം BFCയിലായിരുന്നപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഒരു എപ്പോഴും നിരന്തരം അറ്റാക്സ് ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു അറ്റാക്ക് ആയിരിക്കും, അത് വീണ് കിട്ടുന്നിടത്ത് ചിലപ്പോൾ അടിച്ച്, ചിലപ്പോൾ ഒരു സെറ്റ് പീസ് സിറ്റുവേഷൻ ആയിരിക്കും, അത് വർക്കൗട്ടൊക്കെ ആക്കി ഗോളുകൾ അടിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു മത്സരത്തിലാണെങ്കിലും കോർണേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണെങ്കിലും ഡിഫറെൻറ്റ് രീതിയിലൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഗോളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു മത്സരത്തിൽ വിഷ്ണു, മലയാളി താരം, ആദ്യ 11-ലേക്കൊക്കെ ഇടം കണ്ടെത്തി. അദ്ദേഹം ഇപ്പം നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു പ്രോമിസിങ് ടാലൻ്റ് എന്ന നിലയിൽ കരുതപ്പെടുന്ന താരമാണ്. അതുപോലെ ജെസിൻ എന്ന് പറഞ്ഞിട്ട് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സന്തോഷ് ട്രോഫിയിൽ 4 ഗോളുകളൊക്കെ ഒരു മത്സരത്തിൽ അടിച്ചിട്ടുള്ള താരം കേരളത്തിന് വേണ്ടി. അദ്ദേഹം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലാണ് കളിക്കുന്നത്. അദ്ദേഹവും ഇന്ന് ഒരു കളിച്ചിരുന്ന അധികം മിനിറ്റുകൾ കളിച്ചിട്ടില്ല, എങ്കിലും ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. എനിവേ, ഗോവയുടെ ഒരു വിജയത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഈ ഒരു മത്സരം കാണാൻ ഇപ്പം KBFCക്ക് ഗോവയാണല്ലോ ഒരു ചലഞ്ച്, ഒരു ടോപ്പ് 4-ലേക്ക് വരുന്ന സമയത്ത്. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാ മത്സരം വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല, ഗോവയുടെ പോയിൻസും ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു 3-4 നിൽക്കുന്ന ടീമുകളുടെ പോയിൻസും കൂടി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ മാത്രമേ ടോപ്പ് 4-ലേക്ക് എത്തുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ടോപ്പ് 4-ൽ എത്തിക്കഴിഞ്ഞാലുള്ള ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഒരു എലിമിനേറ്റർ മത്സരമാണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്കൊരു ഹോമിലൊക്കെ കളിക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെയാണുള്ളത്. എന്തായാലും ഗോവ വിജയവഴിയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഗൈസ്. അപ്പോൾ അതെ, അവരിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാളിലും 3 പോയിൻറ്റ് കൂടുതലാണുള്ളത്. സെയിം നമ്പർ ഓഫ് മാച്ചസും തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് ഇനി ചലഞ്ച് ആയിട്ടുള്ള മാച്ചസാണ് വരുന്നത്. ഇപ്പോൾ മോഹൻ ബഗാനെതിരെയും ഈസ്റ്റ് ബംഗാളിനെതിരെയും ഒക്കെയുള്ള മത്സരങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. കാണിക്കുകയാണ് സനിയ.